ഹായ് അസ്സലാമു അലൈക്കും. ട്രെൻഡുകൾ ആപ്പ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ട്രെൻഡുകൾ ആപ്പിൽ നിന്ന് 3 ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. കൂട്ടത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും ട്രെൻഡുകൾ ആപ്പിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കോക്ക്വെയർ ഐറ്റംസ് അങ്ങനെ അല്ലെങ്കിൽ ഡിന്നർ സെറ്റ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ലിങ്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരികയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊറിയർ വഴി എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ മോളാണ് കേട്ടോ അൺബോക്സിങ് ചെയ്യുന്നത്. അവൾക്ക് ഭയങ്കര ആഗ്രഹം, അവൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, അവൾ ചെയ്തോട്ടെ ഞാൻ വിചാരിച്ചു. ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ക്രീം കളർ ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ഡ്രസ്സാണ് കേട്ടോ അത്. പിന്നെ ഇത് കുറച്ച് കട്ടി കൂടിയ തുണിയാണ് കേട്ടോ ഇതിന് വരുന്നത്. നമുക്ക് കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ടോട്ടൽ 3 ഡ്രസ്സാണ് ഓർഡർ ചെയ്തത്. ഇതിൽ ഈ ഒരു തുണി വരുന്നത് എനിക്ക് അത്ര തുണി ഓക്കെയാണ്, പക്ഷേ തീരെ കട്ടിയില്ല ക്ലോത്ത്. അതുപോലെ തന്നെ ഇത് സ്ട്രെച്ചബിൾ പെട്ടെന്ന് സ്ട്രെച്ചബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിവേഴ്സ് ആവാത്ത ടൈപ്പ് തുണി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ കൊടുത്തു കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ നല്ല കട്ടിയുള്ളൊരു ക്ലോത്ത് പോലെ തോന്നും, പക്ഷേ തീരെ കട്ടിയില്ല കേട്ടോ. ഈ ഡ്രസ്സ് ആരെങ്കിലും ഓർഡർ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണ്ട. പിന്നെ ഈ കാണുന്ന ഈ 3ാമത്തെ ഡ്രസ്സ്, ഇത് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതൊരു കോട്ടൺ ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. നമ്മളൊരു ജൂട്ട് മെറ്റീരിയൽ പോലെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ, എന്നാൽ നല്ല ഒരു മെറ്റീരിയലായിരുന്നു, പെട്ടെന്ന് കേടാവാത്തൊക്കെ. പക്ഷേ ഈ പ്രോഡക്റ്റ് ഒന്നും നമ്മളെ പിക്ചറിൽ കാണുന്ന സെയിം കളറല്ല കേട്ടോ വരിക. ട്രെൻഡുകൾ ആപ്പിൽ ഓഫർ നടക്കുന്ന കുറച്ച് കോക്ക്വെയർ ഐറ്റംസിൻ്റെ പിക്ചറും ഡിന്നർ സെറ്റിൻ്റെ പിക്ചറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിലേതെങ്കിലും ഒരു സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടുത്തെ പ്രൈസിൽ ഒരിക്കലും എനിക്ക് ഈ സാധനങ്ങൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാൻ കഴിയില്ല. നാട്ടിലേക്ക് അയക്കാൻ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനൊരു സർവീസ് ചാർജ് കൂടി ഈടാക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക.